ഓക്കേ, തുടങ്ങാം. ദാ ഇവനാണ് ഇന്നത്തെ താരം. ഇന്നലെ നമ്മൾ ലുലുവിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഒരു ഫുൾ ചിക്കൻ. അതിനെ ഇന്ന് ഗ്രില്ല് ചെയ്യലാണ് പരിപാടി. പിള്ളേരാണെങ്കിൽ ഇതിനെ കണ്ടപ്പോൾ ഓടടാ ഓട്ടോ ആയിരുന്നു കേട്ടോ. റിക്കുനായിരുന്നു ഏറ്റവും പേടി. അവൻ ശരിക്കും പേടിച്ചു കേട്ടോ. അങ്ങനെ നന്നായിട്ട് അതിനെ കഴുകി വൃത്തിയാക്കി നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ ഒരു ചിക്കൻ്റെ ക്യൂബും, പിന്നെ എവറസ്റ്റിൻ്റെ തന്തൂരി മസാലയാകട്ടെ ഇട്ടിരിക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും തൈരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ചിക്കൻ്റെ ക്യൂബ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തേ. പിള്ളേരെല്ലാവരും ഭയങ്കര ഡാൻസിലായിരുന്നു ഇന്ന്. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നല്ല കാര്യമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന മസാല ആ വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കുക. നല്ല കാര്യമായിട്ട് ആ മസാലയിൽ അങ്ങോട്ട് ചിക്കൻ അങ്ങോട്ട് കുളിപ്പിക്കുക. ദാ ഇതുപോലെ. അപ്പോഴേക്ക് ശിവ വന്നു. ഇതാ പൂവും കൊണ്ടാകട്ടോ വന്നത്. ഇപ്പോൾ ആ വേസ് എനിക്ക് കാലിയായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല. എപ്പോഴും എനിക്ക് പൂ വേണം അതിനകത്ത്. ആ പൂ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഫീലാണ് കേട്ടോ. പക്ഷേ ഈ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച സെയിം കളർ തന്നെയാണ് ഇപ്രാവശ്യം വാങ്ങിച്ചത്. അങ്ങനെ ഇതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടെ ഗ്രില്ല് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം മസാലയും ഉണ്ടായിരുന്നു. അങ്ങനെ ബേബി പൊട്ടറ്റോസും ചെറിയ ടൊമാറ്റോസും പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ 3 കളറുള്ള ക്യാപ്സിക്കോ ഉണ്ടായിരുന്നു. അതും കൂടി ഇട്ട് ചിക്കൻ്റെ കാലൊക്കെ കെട്ടി എയർ ഫ്രയറിനകത്തോട്ട് കയറ്റിയപ്പോഴാണ് ഒരു പണി കിട്ടിയത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കറങ്ങേണ്ട സാധനമാണ്. പക്ഷേ ഇതെന്തോ ചിക്കൻ്റെ സൈസ് കൊണ്ടാണെന്ന് അറിയത്തില്ല. പിന്നെ ഞാനതൊരു വേറൊരു പാനിലെടുത്ത് വെച്ചു. എന്തായി തീരുമെന്ന് അറിയത്തില്ല. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാവേ.